ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വെറൈറ്റി ആട്ടോ. കൃഷിയൊന്നുമല്ല, നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു. ഇനി എന്നൊന്ന് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോവുക, നാട്ടിലേക്ക് എൻ്റെ ഉമ്മാനെ കാണാൻ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഉപ്പ മരിച്ച ദിവസം കൂടിയായി ഇന്ന്, പെരുന്നാൾ പിറ്റേന്നായിരുന്നു. അപ്പം ഞങ്ങളെ മക്കൾ 8 പേര് ഒത്തുകൂടും ഇന്ന് രാത്രി. അത് കൂടായിട്ട് ഞങ്ങൾ പോവുകയാണ്. പിന്നെ അവിടെ വെച്ചിട്ട് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഞങ്ങളെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പോകുന്ന വഴിക്ക് പെങ്ങളെ വീട്ടിലൊന്ന് കയറണം, എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് ഉണ്ടോ ഒന്നും അറിയില്ല, പെരുന്നാൾ പിറ്റേന്നാ എൻ്റെ അമ്മ ഞങ്ങൾ അനുഭവിക്കലുണ്ട് എല്ലാ കൊല്ലും. ഇന്നത്തെ സ്ഥിതി അറിയില്ല, നെറ്റ് നോക്കിയിട്ടൊക്കെ ഞങ്ങൾ ചുരം തന്നെ അങ്ങ് മാറ്റും. കുറ്റ്യാടിയാണോ ഇനി താമരശ്ശേരി ആണോ എന്നറിയില്ല. വരി നമുക്കൊന്ന് നോക്കാൻ. ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങൾ രണ്ടുമുണ്ട്, എൻ്റെ മക്കൾ രണ്ടുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പോൾ യാത്രയിലായിരിക്കൂലേ, പെരുന്നാൾ പിറ്റേന്നല്ലേ. എല്ലാവർക്കും ഉമ്മ വീട്ടിൽ പോകണോ, അങ്ങനെ ഓരോരോ കുടുംബക്കാരുടെ അടുത്തേക്ക് പോകണോ ഒക്കെ തിരക്കിലായിരിക്കൂലേ. പണ്ടൊക്കെ ഞാൻ എങ്ങനെ ഇരുന്നറിയോ, പെരുന്നാൾ കഴിഞ്ഞാൽ എൻ്റെ 2 മക്കളെയും കൂട്ടി ബസ്സിലായിരുന്നു. ബസ്സിലെ തിരക്ക്, ചുരത്തിലെ ബ്ലോക്ക്. രാവിലെ പുറപ്പെട്ടാൽ ഞങ്ങൾ വൈകുന്നേരമൊക്കെ വരുമ്പോൾ എൻ്റെ പുരയിലെത്തിയ. എൻ്റെ വീട് കോഴിക്കോടാണല്ലോ, മുക്കംകൊടിയത്തൂര്. അൽഹംദുലില്ലാ ഇപ്പോൾ വലുതായി, മക്കൾ വലുതായി. ഞങ്ങൾ കാറൊക്കെ വാങ്ങി ഇപ്പം കാറിലാണ് പോകുന്നത്. കാറ് AC ഇട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഓരോരോ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിക്കുക ഞാൻ, മക്കളാളായിട്ട്. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ എത്തിയിട്ടല്ല, പെങ്ങളെ വീട്ടിലെത്തിയിട്ട് കാണിക്കാം. ഇല്ലേ, കുറുമ്പാലക്കോട്ട. അത് ഞങ്ങളെ വീടിൻ്റെ അടുത്താണ്, ഞങ്ങൾ പോകുന്ന വഴിയിലത് കാണുന്നത് കണ്ടില്ലേ, അതാണ് കുറുമ്പാലക്കോട്ട. ഞങ്ങളെ വീടിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ വന്ന് വിളമ്പ് കണ്ടെത്തുന്നതാ. ഈ റോട്ടിനങ്ങ് പോവും. ഇല്ലേ, ഞങ്ങള് വയനാട് എന്ന് പേര് വന്നതന്നെ വയൽനാട് എന്നുള്ളത് കണ്ടില്ല. വയല്, പച്ചപ്പ്, കുറേ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നതാ. ഞങ്ങളിനി പെങ്ങളെ വീട്ടിൽ പോവുക, മൂത്ത പെങ്ങളെ വീട്. അത് നല്ല രസമാണ് പോകുന്ന വഴി കാണാൻ. ഇങ്ങനെ ഒരു ഇറക്ക. പെങ്ങളെ മോന് എന്നെപ്പോലെ ഒരു കൃഷിഭ്രാന്തനാണ്. എല്ലാം നട്ടുപിടിപ്പിക്കാണ്ട. സൈഡിലൊക്കെ മാങ്ങയൊക്കെ കണ്ടോ, അതൊക്കെ ഇപ്പം പിടിപ്പിച്ചതാ. ഇത്ര മാങ്ങ ഉണ്ടായിന്നറിയോ, പൂക്കളും പച്ചക്കറികളും എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മൂത്ത പെങ്ങളെ വീട്. അങ്ങനെ ഞങ്ങൾ പെങ്ങളെ വീട്ടിലെത്തി. ഇവിടെ ഭയങ്കര പൂച്ചെടിയാ, നോക്ക്. ഇതൊക്കെ ചെടികൾ നല്ല അടിപൊളിയാ. ഇത് കണ്ടോ, നല്ല പച്ച കളറിൽ എവർഗ്രീൻ. ഇത് ഞാൻ പിടിപ്പിച്ചതായിരുന്നു, എൻ്റെത് വെയിലായത് കൊണ്ട് പോയി. നല്ല അടിപൊളിയായി കേട്ടോ. എൻ്റെ പെങ്ങളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണിക്കലുണ്ട്, എൻ്റെ മൂത്ത പെങ്ങളെ. ഇവിടെ നിറയെ നോക്കി ഞങ്ങൾ ചെടിയാണ് കാണുക. എന്താ ഇവിടെയൊക്കെ റൂമിലെല്ലാം. ഇവിടുത്തെ മോന് എന്നെപ്പോലെ ഒരു ചെടി ഭ്രാന്തുള്ള ആളാണ് മൊത്തത്തിൽ. പെങ്ങൾക്കും ചെടി ഭ്രാന്തൊക്കെ ഉണ്ടേന്, ഇപ്പം ഉണ്ടാക്കുന്നില്ല അല്ലേ. പണ്ട് ചീരയൊക്കെ ആയിരുന്നു, ചീര നടും, പലത് പച്ചക്കറിയൊക്കെ അല്ലേ. ഇപ്പം എടുക്കുന്നില്ല. എന്നിട്ട് തന്നെ അസുഖം വരുന്നത്, കിടന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നട്ടു. ഇവിടുത്തെ ആന്തോറിയ നോക്കി, നല്ല എൻ്റെ ആന്തോറിയത്തിൻ്റെ ആ കളർ തന്നെ കേട്ടോ. എൻ്റെത് വലുത്, ഇത് ചെറുത്. നല്ല രസമുണ്ട് അല്ലേ, ചെറുതാകുമ്പോൾ നിറച്ച് പൂക്കൾ ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ആളെ കാണിച്ചു തരാം. അതൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ആളെ എന്താ അതൊക്കെ 4 കൂടെ കാണുമ്പോ എന്ത് രസാലേ. ഇവിടെ നിറയെ ഇതൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ആളാ. അതാ ഞങ്ങളെ മൊത്തത്തിൽ കുടുംബം മൊത്തം ഇങ്ങനെ ആരോ നട്ടുപിടിപ്പിക്കും. എന്ത് റോസ് ഇതോ, ബട്ടർ റോസ്. നോക്കി എത്രയാണുള്ളത് ഒരു കൊലയില്, നോക്ക്. അടിപൊളി കേട്ടോ. ഇനി വേറൊരു സൂത്രം കാണിച്ചു തരാം. അവിടെ ഉണ്ടാക്കിയ മാങ്ങതാ, ചെറിയ മാവാ. നല്ല നോക്ക്, കായ്ച്ച്. ഹായ് നോക്ക്, ഇതാ അവിടെ അതിലൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ കുറേ കാണാണ്ട്. ഇതൊക്കെ പെങ്ങൾ ഉണ്ടാക്കിയ വഴുതിന കേട്ടോ. നോക്ക്, വഴുതിന കായ്ച്ചേ നോക്ക്. ഇതിപ്പോ നോമ്പായത് കൊണ്ട് ഇതൊന്നും ചെലവാണ്ടായിപ്പോയി. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്ക്, നിറച്ച് വഴുതിനയാ. ഇവിടെ നോക്ക്, സൂത്രം അതാണ് ചൈനീസ് ക്യാബേജ്. ഇതിന്റെ ലീഫ് നമ്മൾ അപ്പാട് കഴിക്കും പോലും. സലാഡൊക്കെ ഉണ്ടാക്കുന്നത് നോക്ക്, നല്ല രസമല്ലേ ഇതിന്റെ പച്ചിപ്പും ഒക്കെ. ഇതുള്ളവരൊന്ന് കമന്റ് ചെയ്യും. ബോഗൺവില്ല പൂവിട്ടത് ഒരു കൊല ഇതാ
ഇതൊക്കെ ഇതിമെന്നാണ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് എൻ്റെ വീട്ടിൽ ഗേറ്റിൻ്റെ 2 ഭാഗത്ത് വെച്ചത്. അതിൻ്റെ മദർ പ്ലാന്റ് ആയിരുന്നു ഇത് വെട്ടിയിട്ട് ചുരുക്കിയതാണ്. കാരണം ലൈനുണ്ട്, റോഡ് സൈഡ് ലെവൽ വണ്ടി പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പൂത്തില്ലേ അത്. റോഡ് സൈഡാ, റോഡ് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള റോഡ്, മെയിൻ റോഡ് അതാ, ഹൈവേൻ്റെ ഇതാ ഇങ്ങോട്ട് നോക്ക്. മാങ്ങണ്ടായത് ഇതൊക്കെ പടുത്ത് പിടിപ്പിച്ചതാ, നിറയെ മാങ്ങയാ. അവിടെ ഒക്കെ ഇതാ എല്ലാ സ്ഥലത്തും. ഇതാ നോക്ക്, എവിടെ നോക്കിയാലും മാവും മാങ്ങയും തന്നെയാട്ടോ. ഇപ്പൊ മാങ്ങയല്ല കണ്ടെന്നാ വെരി എൻ്റെ അമ്മോ ഒരു സൂത്രം. നോക്ക് ചക്ക ഉണ്ടായത്, നോക്ക് കൊല ചക്ക നോക്ക്. വിയറ്റ്നാം ഏളിയാ ഇതിന്റെ പേര്. ഇത് കാലതാമസം കാലവർഷം ഇല്ലാണ്ട് ഇതിന്റെ ആളാട്ടോ, ഇതിന്റെ ഓണർ അതാ. ഇത് പിടിപ്പിച്ച നോക്ക്, മേലെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷത്തിൽ 100 ചക്കയൊക്കെ ഉണ്ടാവുന്നില്ലേ? അതിന്റെ മധുരോ ഞാൻ തിന്നതാ. അതിന്റെ മധുരം ഒരു പ്രത്യേക. ഈ മഴക്കാലത്ത് ഇവിടുന്ന് ഞാനൊരു ചക്ക എടുത്തിരുന്നു. ഞാൻ വിചാരിച്ചു മഴക്കാലത്ത് ചക്കൻ്റെ ഉള്ളിൽ രസം ഉണ്ടാവൂരാന്ന്. എന്നാൽ ഒരു മഴക്കാലം അറിഞ്ഞിട്ടുണ്ടല്ല ചക്ക, അത്രക്കും ടേസ്റ്റില്. സപ്പോട്ട, ഇതൊരു ഫ്രൂട്ട്സിന്റെ തോട്ടായിന് കേട്ടോ. ഇതാ നോക്ക്, സപ്പോട്ട കായ്ക്കുന്ന ഓരോ കൊല കണ്ടോ, അത് കുറച്ച് വലുതായത്. ഇത് അങ്ങനെ തന്നെ വാങ്ങുന്ന തയ്യാകുമ്പോൾ ഉണ്ടാകില്ല, ഹൈബ്രിഡാ, നന്നായിട്ട് കായ്ക്കും. ഇപ്പോൾ വയനാടായിട്ടാണ് നിങ്ങൾ വിചാരിക്കും, വയനാടായെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നട്ട് കടന്നു തുടങ്ങിയാൽ ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ പുറകെ കുറച്ച് നടക്കുകയും വേണോ, നോട്ടുണ്ട്. അതുകൊണ്ട് നോട്ടം ഉണ്ടാവണേ നമുക്ക് കുറച്ച് കൃഷി എടുക്കാനുള്ള താല്പര്യം വരണം. ഇതൊക്കെ കണ്ടാൽ എല്ലാവർക്കും താല്പര്യം വരും. നോക്കി ചക്ക ഇരുന്നിട്ട് കുനിഞ്ഞിട്ട് ചക്ക വലിക്കുക. ഞങ്ങൾ വലിക്കുക എന്നാ പറയുക കേട്ടോ. ഒരു ചക്ക ഇടുക എന്ന് പറയും, ചക്ക പറിക്കുക എന്ന് പറയും. കറിവേപ്പിൻ്റെ ഇല എൻ്റെത് കേടൊന്നു പോയി. ഇവിടെ ആണെങ്കിൽ അതൊന്നും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ചങ്ങ് കുപ്പിയിലാക്കി വെച്ചാൽ, നോമ്പിനും ഫുള്ള് ഇവിടുത്തെ കറിവേപ്പിൻ്റെ ഇല എടുത്തത് കുപ്പിയിലാക്കി വെച്ചിരുന്നു, ഫ്രിഡ്ജിൽ വെച്ച്. ഇത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നിറയെ തളിര്, അപ്പുറത്തുപ്പുറത്തൊക്കെ തളിര് വരും. പേരക്ക കണ്ടിട്ട് കൊതിയായിട്ട് ആക്രാന്തായിട്ട് ഒന്ന് പറത്തി കടിച്ചു നോക്കിയാൽ നല്ല മധുരം. പെങ്ങൾ പിടിച്ചു കൊണ്ടുവരാ. പെങ്ങൾ കുറേ നട്ടിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇതൊക്കെ ഇത് കോളിയാ, ഇത് കോളിഫ്ലവറാ. ഓ ദാ നോക്കി ചീര, ഇതാ എൻ്റെ പെങ്ങളിതാ ഒക്കെ നട്ട് പിടിപ്പിക്കൂ. നോക്ക് പച്ചമുളക് ഉണ്ടായത് അടിപൊളിയായിട്ടുണ്ടായിന് കേട്ടോ. കാണാനല്ല രസം, പറിക്കാൻ തോന്നൂല. ഈ സാധനം കണ്ടോ, എന്റെ ചീര നിന്റെ അടുത്തുനിന്നുണ്ടോയല്ലേ? അതാ അതൊക്കെ വിളവെടുത്തു പോയി ഇന്ന്. അതിന്റെ മുമ്പ് കാണിയതാ. അതിന്റെ അടുക്ക് കോളിയും ഉണ്ട്, കോളിഫ്ലവർ കായ്ച്ചില്ല. ഇവിടെ ഈ സൈഡ് ഫുള്ള് അലോവേര, കറ്റാർ വാഴ. ഇതാ കണ്ടോ, കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു ഔഷധം കൂടിയാണ്. ചെടികൾ നടണമെങ്കിൽ കറ്റാർ വാഴൻ്റെ ജെല്ല് വേണം. നമ്മൾ ചെടിയൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പിടിപ്പിക്കേണ്ടത് കറ്റാർ വാഴ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ജെല്ലുണ്ട്. പിന്നെ സൗന്ദര്യം വർദ്ധിക്കാന്നുള്ളവർ കറ്റാർ വാഴ നട്ടോളൂ കേട്ടോ. അതിൻ്റെ ജെല്ല് മുഖത്ത് തേച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ കഴുകിയാൽ തിളങ്ങും, വെട്ടിത്തിളങ്ങും. അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ വെട്ടിത്തിളങ്ങുന്നില്ലല്ലോ എന്നുള്ളത്. ഞാനൊക്കെ പ്രായമായവർ എൻ്റെയൊക്കെ നോക്കണ്ട. നോക്ക് നിറയെ. പിന്നെന്ന് പറഞ്ഞാൽ ഇതില്ലേ, മുടി കറുപ്പ് കളറിൽ കട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ ജെല്ല് ഇട്ട് എണ്ണ കാച്ചാൽ മതി. നിങ്ങൾക്ക് പലതും കാണിച്ചു തന്നില്ലേ, മാങ്ങ, സപ്പോട്ട, പേരക്ക, പച്ചക്കറികളൊക്കെ അതെല്ലാം ഉണ്ടാക്കിയതാ പെങ്ങളെ മോന് മരുമോള്. ഇവർ രണ്ടാൾക്കും പ്രത്യേകതയുണ്ട്, സാധാരണക്കാരല്ല. ഇവർ രണ്ടാളും ഗവൺമെൻറ് ജീവനക്കാരാണ്. എന്നിട്ട് പോലും അവർ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. സ്റ്റാഫ് നേഴ്സാണ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡ്യൂട്ടിക്ക് പോകും. പിന്നെ താല്പര്യമുള്ളത് കൊണ്ട് കേട്ടോ, വൈകുന്നേരം വന്നിട്ട് വീണ്ടും രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം. അങ്ങനെ പിടിപ്പിച്ച പച്ചിപ്പ ഇതെല്ലാം. ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ജോലി പറയുന്നതും ഈ കൃഷി കാണിക്കുന്നതും ജോലിക്കാർക്ക് പോലും ഇത് ഉണ്ടാക്കാനാവുന്നുള്ളത്. ആ തോട്ടത്തിൻ്റെ ഒരു സൈഡ് നോക്ക്, ചീരണ്ടായത് നിങ്ങൾ വന്ന് നോക്കി. ഇവിടെ ഞമ്മക്കുണ്ടല്ലോ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇവിടെ വന്ന് കുനിഞ്ഞിന്ന് ഇങ്ങനെ അരിഞ്ഞാൽ നല്ല വൃത്തിയുള്ള, നല്ല ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നല്ല സൈസ് ചീര, നല്ല ടേസ്റ്റുള്ള പച്ചച്ചീര കണ്ടോ, ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ കാന്താരി ഇതാ പിടിപ്പിച്ചിന്ന്. ഉള്ളിടത്തൊക്കെ എല്ലാം കൊള്ളിച്ചിട്ടുണ്ട്.
കറിവേപ്പില അതാ. നമുക്ക് അടുക്കള തോട്ടത്തിന്റെ സൈഡിൽ ഇതൊക്കെ വേണം കേട്ടോ. ഇതൊക്കെ സപ്പോട്ട നിലത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അന്നത്തിനൊക്കെ നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇത് അമ്പലവയലിൽ നിന്ന് വാങ്ങിയതാന്ന് തോന്നുന്നുണ്ട്. അമ്പലവയലിൽ നിന്നല്ലേ? എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൊല 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 കൊലയായിട്ട് ഉണ്ടായിട്ടുണ്ട്. നോട്ടത്തിന്റെ പവറാ. നോട്ടം നട്ടിട്ടങ്ങ് പോയാൽ ഒന്നും ഉണ്ടാവില്ല. നല്ല നോക്കണം. മഴക്കാലത്ത് അതിനുള്ള വളം ചെയ്യുക, വേനൽക്ക് നനച്ചു കൊടുക്കുക. അതാ ഇതൊക്കെ ഒത്തുണ്ടായിരുന്നു ചീരൻ്റെ. ഇത് വേറൊരു സൈസില്ലേ? ഇതെന്ത് പേരൊക്കെ അന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതാ നോക്ക്, പേരൊക്കെ ഉണ്ടായി വരുന്നേ. പേര നോക്ക് കണ്ടോ, ഓരോ കൊലയിലും കുറേ ഉണ്ട്. സ്ട്രോ അങ്ങനത്തെ ഒരു പേരൊക്കെയാണിത്. ഇത് ഇരുമ്പമ്പുളി. ഇവിടെയൊക്കെ ഇരുമ്പമ്പുളി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ എറങ്ങാപുളി എന്നാ പറയാ, ഓർക്കാപുളി എന്നൊക്കെ പേരുണ്ട് ഇതിന്. പക്ഷെ ഇതിന്റെ കഥ എന്താ അറിയോ? എൻ്റെ വീട്ടിൽ കൊടിയത്തൂര് കുറേ തൈ ഉണ്ടായി. അപ്പം എൻ്റെ ഉമ്മാക്ക് ഇത് കണ്ടിട്ട് സങ്കടം. ആർക്കെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൊടുക്കും, എല്ലാവരും നട്ട് പിടിപ്പിക്കട്ടെ, നശിച്ചു പോകല്ലേ, ഞങ്ങൾക്ക് ഉണ്ടാവണം. അപ്പം ഞാനെന്താക്കിയത് അടിയോടുകൂടെ കൊണ്ടുവന്നിട്ട് പെങ്ങൾക്കും കുറേ പേർക്ക് കൊടുത്തു. അവരിതാ ഭംഗിയായിട്ടുണ്ടായി. ഇതിൽ വെട്ടിക്കൊടുത്തതാ ചുറ്റും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങ് മേപ്പെട്ട് വിടണ്ടല്ലോ. എന്തോ പൂട്ടി ഇതാ എത്രയോ മറിച്ചതാ. നിറയായിട്ട് വയലറ്റ് കാബേജ്. അത് പച്ച കാബേജ് ഉണ്ടായിട്ടുണ്ട് ഇമേല്. ഇതാ ഇത് വയലറ്റ് കാബേജ് ഞാൻ കൊല്ലം നട്ടിയില്ല കേട്ടോ. പച്ച ഉണ്ട് എൻ്റെ അടുത്ത്. എവിടെ നോക്കിയാലും കൃഷികളാട്ടോ. എവിടെ നോക്കിയാലും കൃഷിയും ഉൽപ്പന്നങ്ങളും. വിളവെടുക്കാനുള്ള സമയമായത് ചെറുതാണെന്നറിയോ? ഇങ്ങനെ പൊന്തിക്കുന്ന ഏരിയ ഇങ്ങനെ ഉണ്ടാക്കിയത് വെച്ച്. ഇത് ഇഞ്ചിയാ. ഇഞ്ചി നട്ട് വലുതായി ഇഞ്ചിൻ്റെ തണ്ട് ഉണങ്ങി ചത്തുപോയതാ. അത് ഇനി എൻ്റെ ഉള്ളിൽ നിറയെ ഇഞ്ചി ഉണ്ട്. ഇനി വിത്തിന് വെച്ചതാ. ആ സമയം പിന്നെ ആവശ്യം വരുമ്പോൾ നമുക്ക് കറിക്ക് വേണ്ടി ഇങ്ങനെ എടുക്കാമല്ലോ. പക്ഷെ മേലെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഒന്നുമില്ല. എന്നാൽ ഉള്ളിൽ ഇഞ്ചി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ മാവും മാങ്ങയും. ഇതാ എത്ര മാവ് ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചു തന്നു. എന്താ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നടാം. സ്ഥലം വേണം അതിനൊക്കെ. ഇവിടെ സ്ഥലമുണ്ട്. ഇതാ ഇതൊക്കെ മാങ്ങ. അതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ഉണ്ട്. ഈ കാണപ്പെട്ടൊക്കെ ഇഞ്ചി. ഇതാ അവിടെ അതാ മാവ്. നേരെ പോകുന്നത് എൻ്റെ ഉമ്മ ഉണ്ട് എൻ്റെ ആങ്ങളിൻ്റെ അടുത്ത്, കൽപ്പറ്റ ആങ്ങളിൻ്റെ അടുത്ത്. അപ്പം ഉമ്മാനെ കൂട്ടണം. ഞങ്ങൾ നേരെ ഉമ്മാൻ്റെ അടുത്തേക്കാണ് പോണത്. യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുക. കണ്ടോ നിങ്ങൾ എന്താ കാണുന്നതെന്ന് നോക്കി. ഇഷ്ടം പോലെ കേട്ടോ കുരങ്ങ്, ഇഷ്ടം പോലെ. ഞാൻ എന്നിട്ട് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചതാ. ആങ്ങളുടെ വീട് എത്തി. ആ കാണുന്നതാ ആങ്ങളുടെ വീട്. ഉമ്മാനെയും കൂട്ടിയിട്ട് വേണം കൊടിയത്തൂര് പോവാൻ. നോമ്പായ ഉമ്മക്ക് ഭയങ്കര റാഹത്താ. ഉമ്മാൻ്റെ മൂത്ത മോൻ്റെ അടുത്ത് നോമ്പിന് 30 ദിവസവും കഴിഞ്ഞ് ഇനി കൊടിയത്തൂരേക്ക് കൊണ്ടുപോവുക ഞങ്ങൾ. ഉമ്മതാ ആങ്ങളെ കൽപ്പറ്റ താമസാക്കിയത്. ആങ്ങൾക്ക് ഇവിടെ ജോലി, ഭാര്യക്കും ഇവിടെ ജോലി. അതുകൊണ്ട് കൽപ്പറ്റ താമസാക്കി. അപ്പം ഉമ്മാനെ നോമ്പായി അങ്ങോട്ട് കൊണ്ടുവരും. അപ്പം നോമ്പും കഴിഞ്ഞ് ഞങ്ങൾ കൊടിയത്തൂരേക്ക് പോവുക. ആങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാരണേ തിരക്കാ. ഞങ്ങളങ്ങോട്ട് കൊണ്ടുപോവുക അമ്മാനെ. എന്നാ വരും നമ്മൾ കാറിൽ കയറുക. അങ്ങനെ ഞങ്ങൾ ഉമ്മനെയും കൂട്ടി നാട്ടിലേക്ക് അല്ലേ? ഇനി നാട്ടിലേക്ക്. ഉമ്മക്ക് പിന്നെ നിങ്ങളെങ്ങോട്ടാ പോണത് ഉമ്മ? കൊടിയത്തൂരേക്കാ പോണേ. അവിടുന്ന് കഴിഞ്ഞിട്ട് നാളെ ഇങ്ങോട്ട് കയറാം. അങ്ങനെ മോനെയും കണ്ട്, കുഞ്ഞുവാവനെ കണ്ട് അല്ലേ? ഇല്ലേ പാർക്ക് മിറാക്കിൾ. ഇതിവിടെ ഒരു ഗ്ലാസ് ഉണ്ട് ഇതിന് മേലെ. അതിൽ കയറി നിന്നാൽ വയനാട് ജില്ല മൊത്തം കാണും. ആ രീതിയിലാണ്. പെരുന്നാളായതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാ. വാഹനം കണ്ടോ? അതാ നല്ല അടിപൊളിയാ. തൊട്ടിപ്പുറത്താട്ടോ നമ്മുടെ എന്നൂര് ഞാൻ കാണിച്ചു തരാം. കുറച്ചങ്ങ് മുന്നേ ചുരത്തിൻ്റെ അടുത്തല്ല, ചുരം കണ്ട് കയറി വരുന്ന സ്ഥലത്ത് തന്നെ പൂന്തോട്ടം കണ്ടില്ലേ? ഇപ്പം വയനാട്ടിൽ വരുന്നവർക്ക് ഇവിടുന്ന് വാങ്ങിപ്പോയാൽ മതി. ഇഷ്ടം പോലെ പൂക്കൾ ഏത് നിങ്ങൾ വിചാരിച്ചോ അതൊക്കെ അവിടെ കിട്ടും. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഗേറ്റ് കാണാം വയനാടിൻ്റെ. ആ ഗേറ്റ് നിങ്ങളുടെ മുന്നോട്ട് വന്ന് കുറഞ്ഞ സ്ഥലത്ത് കണ്ടോ ഗേറ്റ് കണ്ടോ? ഞങ്ങളൊരു ഹോട്ടലിൽ കയറട്ടെ എന്ന് വിചാരിച്ച്. യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നേരമായല്ലോ. ഉമ്മയും കൂടെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ നോക്കുമ്പോൾ എൻ്റെ 2 മക്കളെയും കൂട്ടുകാരനെ കണ്ടു. MGM പഠിച്ച കൂലിക്കളി കൂട്ടുകാരാണ്. ഇവിടുന്ന് കണ്ടുമുട്ടി വർഷങ്ങൾക്ക് ശേഷം അല്ലേ? എൻ്റെ മൂത്തോൻ്റെ
ജൂനിയറും ചെറിയ മോന്റെ സീനിയറും ഇടക്കില്ലേ പേര് പറഞ്ഞെടുക്കാൻ മാനന്തവാടിയാണ് MGM-ന്റെ കൂട്ടുകാരാ അങ്ങനെ സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞു അല്ലേ ഇപ്പൊ വർക്ക് ചെയ്യുന്നു അങ്ങനെ മക്കളെ കൂടെ പഠിച്ച് MGM പഠിച്ചാലൊക്കെ ഒരു നിലയിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും. മസാല ദോശ 4 എണ്ണം, ഇനി ഒന്ന് വേറെ എത്തിയില്ല, ഓരോരുത്തർക്കും ഓരോന്നാ. അമ്മ വിചാരിക്ക നോമ്പാണോന്ന്, വൈകുന്നേരം ആയതുകൊണ്ട് ഈ നോമ്പ് പറ്റണോന്നുള്ളത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വിശന്നിട്ട് തിന്നുക. ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടോ. അന്ന ഭവൻ അതെവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ വയനാട് ഗേറ്റിന്റെ അടുത്ത്. ഞാൻ ഇന്നേ വരെ ഗേറ്റിൽ താഴെ നിന്നിട്ടില്ല. ബസ്സിൽ പോകുമ്പോഴേ ഞാനിങ്ങനെ പാസ് ചെയ്ത് പോയി എന്നല്ലാതെ ഇതാണ് ഗേറ്റ്, ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അടുത്ത് പോയിട്ട്. ഞാൻ ഗേറ്റിന്റെ അടിയിൽ കൂടെ പോവട്ടെ, നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാ ഗേറ്റിന്റെ അടിയിൽ കൂടെ എങ്ങനെ പോകുന്നത്. ഇങ്ങനെയാണ് ഇതില്ലേ, ഇപ്പല്ലേ ഞാൻ കാണുന്നത്. ഞാൻ ഇങ്ങനെ പാസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 30 വർഷമൊക്കെ കഴിഞ്ഞ്. ഇതൊക്കെ പോലീസുകാർക്ക് ഇരിക്കാനാണോ എന്താ അറിയില്ല. അവിടെ പോലീസുകാരെ കാണുന്നുണ്ട്. വെൽക്കം ടു വയനാട്. കണ്ടു നോക്കിയേ, ഇതാണ് ചുരത്തിന്റെ 9ാം വളവായത്. ആൾക്കാരെ നോക്കി പെരുന്നാൾ പിറ്റേന്നുള്ള ആഘോഷങ്ങളായി കാണുന്നത്. ഇന്ന് കാണൂരട്ടോ, ഇവിടുന്ന് ആ ഗർത്തൊന്നും നിങ്ങൾ കാണൂല. നമുക്ക് കാറിലായത് കൊണ്ട് ഇവിടുന്ന് ഇറങ്ങാനും പറ്റൂല, ഞങ്ങൾക്ക് തിരക്കുള്ളത് കൊണ്ട്. ഇവിടെ ആയിരുന്നു ഇടിഞ്ഞത്, ഈ സ്ഥലത്തായിരുന്നു. അന്നിപ്പോൾ എല്ലാം ഒക്കെ മാറി. കണ്ടില്ലേ, എന്തൊരു വാഹനമാണോ, എന്തൊരു ജനങ്ങളാണോ. കൂടുതൽ ആൾക്കാർ വയനാടാണ് സന്ദർശിക്കുക. ഇവിടുന്ന് ദൂരെ നോക്കി ആ പള്ളി കാണും. അതിപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിക്കൂടെ. അങ്ങ് താഴെ നോളജ് സിറ്റിയിലെ ആ പള്ളിയല്ലത്, നോളജ് സിറ്റിയിലെ പള്ളി കാണാൻ കഴിയൂല, വണ്ടി ഓടിക്കും. ഞങ്ങളിപ്പം നിൽക്കുന്നത് ടോപ്പ് 9ാം വളവും താഴോട്ടാ പോകുന്നത് കേട്ടോ, അല്ലാതെ മേലേന്ന് ഇങ്ങോട്ടുള്ളത് പറഞ്ഞതല്ല ഞാൻ. ഞങ്ങൾക്ക് ഇനിയും ഉണ്ട് കിലോമീറ്ററോളം ചുരത്തിൽ, 10 കിലോമീറ്ററൊക്കെ ഉണ്ട് പോലും ഈ ചുരം. പിന്നെ നമുക്ക് ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഫീലിംഗ്. പകുതി എത്തുമ്പോഴേക്കും നമ്മൾ എന്താവും, ചെവി അടയും, സംസാരിക്കാനുള്ള ഒരു പ്രയാസം വരും, ഛർദ്ദിക്കാൻ വരും. എനിക്കൊക്കെ ഛർദ്ദിക്കാനൊക്കെ വരുമായിരുന്നു. ഇപ്പോഴും ഉണ്ട് അത്. കാറ്റ്, ഒരു ഇളം കാറ്റ്, തണുപ്പ് വരും. അത് വയനാട് ജില്ലയിലേക്ക് കയറുന്നേ അതാ. ഇപ്പൊ ഒക്കെ വയനാട് ജില്ലേന്റെ കാലാവസ്ഥ തന്നെ കേട്ടോ. ഇവിടെയൊക്കെ 8-ലൊക്കെ, ഇതൊക്കെ 8ാം വളവാണ്. കുറച്ചും കൂടെ താഴെ എത്തിയാൽ നമുക്ക് ആ മാറ്റം വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങ് മാറ്റം വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ചുരം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വയനാട് ചുരം എന്നാണല്ലോ പറയുക. ഇത് വയനാട് ചുരം പേരേ ഉള്ളൂ, സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഈ ചുരം. ഞാൻ താമരശ്ശേരി ചുരം എന്നൊക്കെയാണ് പറയുക. നിങ്ങൾ ചുരത്തിന് എന്താ പേര് പറയുക? താമരശ്ശേരി ചുരം, കോഴിക്കോട് ചുരം, വയനാട് ചുരം പറയണം കേട്ടോ. തീരെ ചുരം കാണാത്തവരുണ്ടെങ്കിൽ അതും പറയണേ. ഞാൻ വ്യക്തമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചുരം കാണിച്ചു തരും. ഞങ്ങളെ മാപ്പ് നോക്ക്, ചുരത്തിൻ്റെ കട്ട ചോപ്പ. ഞങ്ങൾക്കിപ്പം പേടിയാകുന്നുണ്ട് എപ്പം ഞങ്ങൾ നാട്ടിലെത്തുക എന്നുള്ളത്, കൊടിയത്തൂർ എത്തുക എന്നുള്ളത് അറിയില്ല. ചുരം എന്താ ബ്ലോക്ക് ഒടിഞ്ഞ്, അതൊക്കെ ബ്ലോക്കാണ്. ഏതോ ഒരു കൊല്ലല്ലേ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബ്ലോക്ക് ഇരുന്നു. ഈ ഉത്സവം കഴിഞ്ഞ 2ാം ദിവസം ഇങ്ങനെയാണ്. നിങ്ങളിപ്പോഴും ചുരത്ത് തന്നെ ഉള്ളത്, ഇങ്ങനെ ഞെരങ്ങിയാണ് പോകുന്നത്. കണ്ടില്ലേ മുമ്പിൽ ബ്ലോക്കാണ്. വിചാരിച്ച സമയത്തൊന്നും എത്തിപ്പെടാനാവൂല കേട്ടോ. വണ്ടി ഇരുട്ടാവാനായി. നോക്കി ചുറ്റും മരങ്ങളൊക്കെ നോക്കി, ആ രസമാണ്, സംഭവ രസം. അങ്ങനെ ഇരിക്കുക, തിരക്കില്ലാത്തവർക്ക് ഇങ്ങനെ കാറിൽ പാട്ടും കേട്ട് ഇരിക്കുക, അല്ലാത്തവർക്ക് ഇതൊരു ടെൻഷനുമാണ്. എന്ത് നല്ല വ്യൂ ആണോ നോക്ക്, ഭയങ്കര വ്യൂ ആണ്. ഇത് ചുരം കഴിഞ്ഞില്ല, ഞങ്ങളിപ്പോൾ ചുരത്തുമ്പോൾ തന്നെയാണ് ഉള്ളത്. താഴോട്ടുള്ള കാഴ്ച കാണിച്ചു തരിക. ബ്ലോക്ക് ഞെരങ്ങിയല്ലേ പോണത്. ചുരത്തിലെ 4ാം വളവാണ്. ഇവിടെയാണ് ചായക്കടിയൊക്കെ ഉണ്ടാകുക, കാടമുട്ടയൊക്കെ. അവിടെ എത്തി നോക്ക്, ആൾക്കാരെ തിരക്ക് നോക്ക്, നല്ല തിരക്കാ. അപ്പുറം മലതാ, മലയെ കാണാൻ നല്ല രസം. ഇവിടെ ഇപ്പൊ കുറച്ച് തിരക്ക് കുറഞ്ഞു ഈ ഭാഗത്ത് വെക്കുമ്പോ. ബ്ലോക്ക് കഴിഞ്ഞു തോന്നുന്നു. നിങ്ങള്
ഇനി ചുരം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ തുഷാരഗിരി റോഡിനാണ് പോകുന്നത്. കാരണം ഇനി ഇങ്ങനെ ബ്ലോക്കിൽ ഞെരിഞ്ഞു പോകാനാവൂല. ഇത് ഷോർട്ടുമാണ്. ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ തുഷാരഗിരി റോഡിനങ്ങ് പോയാൽ മുക്കത്തങ്ങ് എത്തും. നല്ല റോഡുമാണ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു. ഞങ്ങളിപ്പോൾ തുഷാരഗിരി റോഡിന് കുറേ ഇങ്ങ് എത്തി. മേലെ ഭാഗത്താണ് അങ്ങ് നോക്കി നിങ്ങൾ കാണുന്നത് എന്താ പറയുക, ചുരാണ് ആ കാണുന്നത്. വണ്ടി വരുന്നൊക്കെ കണ്ടില്ലേ. പിന്നെ നോക്കി നമ്മളെ മലയും ആകാശമൊക്കെ നിൽക്കുന്നത് കാണാൻ വാൾപേപ്പറിൽ ഇങ്ങനെ വരച്ച പോലെ അല്ലേ. എന്തൊരു ഭംഗിയാ കാണാൻ. അടിപൊളി കാഴ്ചയാ. ഒന്ന് നിർത്തി എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് കാണിച്ചു തന്നത്. അവിടെയൊന്നും കാണാത്തവരുണ്ടല്ലോ, അതുകൊണ്ടാ. കണ്ടവരുണ്ടാവും. നോക്കി എന്ത് രസാലേ. ഞാൻ ഇങ്ങനെ നോക്കിക്കേനിതോ കാഴ്ചകൾ. ഇരുട്ടായി ആണ് തുഷാരഗിരി. ഇത് അങ്ങ് മലയിൽ കയറി പോണത്. ഇപ്പം അതിൻ്റെ ഒരു പാലാണ് പോകുന്ന. ആ റോഡിനങ്ങ് കയറിപ്പോക്കാം തുഷാരഗിരിക്ക്. ഇപ്പൊ രാത്രിയാണ്. ഞങ്ങൾ കയറിപ്പോണൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞു നിന്നേ ഉള്ളൂ. തുഷാരഗിരിന്ന് കേട്ടിട്ടുണ്ടല്ലോ അത്. അങ്ങനെ ഞങ്ങൾ അഗസ്ത്യമൊഴി മുക്കം എത്തി. അഗസ്ത്യമൊഴി എന്ന് പറയുമ്പോൾ തന്നെ ഉമ്മാന്റെ നാടാ. അമ്മ കാറിൽ ഉറങ്ങുക ഒന്നും കണ്ടില്ലാന്ന് തോന്നുന്നു. ഉമ്മ ജനിച്ച് വളർന്ന നാടാ ഇത്. അഗസ്ത്യമൊഴി ഷോർട്ട് പിടിച്ചുകൊണ്ട് ഇത്ര പെട്ടെന്ന് എത്തിയെന്നറിയോ. ബ്ലോക്ക് കഴിഞ്ഞ പിന്നെ ഞങ്ങളങ്ങ് പോകുന്നില്ലേ ഉഷാറായിട്ടാ. ഈ അഗസ്ത്യമൊഴി 4 കൂടിയ റോഡില്ലേ, വലതു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ താമരശ്ശേരി, ഇടതു ഭാഗം മുക്കം, നേരെ പോവുകയാണെങ്കിൽ മണാശ്ശേരി, KMCT ഒക്കെ. ഞങ്ങൾ മുക്കം ഭാഗത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു. മുക്കത്തെത്തി ഞങ്ങൾ ഇതാ കൊടിയത്തൂരേക്ക് തിരിക്കുന്നു. കൊടിയത്തൂരേക്ക് തിരിയുന്ന റോഡാ അത്. കാരശ്ശേരി വഴി. ബോർഡ് എവിടെ? NM ഹുസൈൻ ഹാജി റോഡ്, കാരശ്ശേരി ചെറുവാടി. NM ഹുസൈൻ ഹാജിന്റെ പേരക്കുട്ടിന്റെ കൂടെ എൻ്റെ മൂത്തമ്മ പഠിക്കുന്നത് PGക്ക്. പോയില്ലേ ഞങ്ങളങ്ങാടി. ഞാൻ പഠിച്ച സ്കൂൾ ഇതാ SKUP സ്കൂൾ. അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞാൽ എൻ്റെ വീട്ടിലെത്തും. സ്കൂളിൻ്റെ ബാക്കിലാ. അത് കാണുമ്പോൾ എന്തോ ഒരു നൊസ്റ്റാ, ഒരു വേദന. എത്തി തന്നെ പറയാ. വീട്ടിൽ എപ്പം കാറിലിരുന്നതാ പഠിച്ചവരെ. അൽഹംദുലില്ലാ എന്നാലും എത്തിയല്ല, കുഴപ്പമൊന്നുമില്ലാണ്ട്. അവിടെയൊക്കെ വണ്ടിയും ആൾക്കാരും ഉണ്ട്. ഇതാ ഉസ്താദുമാരെത്തിയില്ല, അതെല്ലാവരും പുറത്തിരിക്കുന്നത്. എല്ലാവരും കാറും എത്തിയല്ലോ. പോവൂലേ, ഉള്ളോട്ട് കയറൂലേ? എത്തി. സിറ്റ് ഔട്ടിൽ ഇതാ എല്ലാരും ഞങ്ങളെ കാത്ത് നിൽക്കായിരുന്നു. ഉസ്താദുമാരൊന്നും എത്തിയില്ല. കുറച്ച് വിശ്വാസക്കാരൻ കഴിഞ്ഞിട്ടാ. ഇതാ ഈ ആങ്ങളുടെ വീടാ ഇത്. ഈ ആങ്ങളുടെ ഒന്ന് കാണട്ടെ. ആങ്ങളെ എഞ്ചിനീയർ ആണ്, മോനും എഞ്ചിനീയർ. മോനെടെ ജാസുട്ടനെടെ? പുറത്ത് ഇവിടെ ഇല്ല. അതാ ഉമ്മാനെ കെട്ടിപ്പിടിക്കുന്ന മോനെ. ഇതാ ഇത് വേറെ ഒരാങ്ങള. ഇത് വയനാട് അരിമുള സ്കൂൾ അധ്യാപകനാണ്. ഇതാണ് എൻ്റെ ഏട്ടത്തി. ഉമ്മക്കൊന്നും തിരിഞ്ഞ് ആരവിടെ പുതിയായിട്ട് പരിചയപ്പെടുത്തുന്നത് എന്താ പറയുക. ഇത് ഏട്ടത്തി. അത് ഞാൻ കൊണ്ടുവന്ന മിഠായി വിതരണ അനിയത്തി. ഓക്ക് പിന്നെ വേഗം മിഠായി മേലേക്ക് കണ്ടെത്തു. ഇത് ആങ്ങളുടെ ഭാര്യ. ഇതെന്റെ ആങ്ങളുടെ മോള് അഡ്വക്കേറ്റ് ആണ്. PGക്കുള്ള പ്രാക്ടീസില്ലേ. തന്നെ ഇവിടെ ഉണ്ട് ഒരാൾ. വേറെ ഒരാങ്ങളുടെ ഭാര്യ ഹെഡ് നേഴ്സ് ആണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. വേറെ ഒരാങ്ങളുടെ ഭാര്യ ഹെഡ് നേഴ്സ് തന്നെയാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പിന്നെതാ ആങ്ങളുടെ മോന്റെ ജോലി എന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് പറയാൻ കഴിയില്ല, എന്തോ ഉയർന്ന ജോലിയൊക്കെ കിട്ടി. ഇന്ത്യൻ ഒന്നുകൂടി ഒച്ചയെ പറ. ഇന്ത്യൻ ഓയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ ലീവിന് വന്ന പെരുന്നാളിന്. സ്ഥലം പറഞ്ഞു കൊടുക്കുക. ശ്രീനഗർ. എപ്പം നോക്കിയാലും കാശ്മീരിൽ ഐസിൽ കളിക്കുന്ന കാണുന്നത്. അങ്ങനെ ഞാൻ എല്ലാ ഉസ്താദുമാരൊക്കെ വരാനായി. എല്ലാം മൗലൂദ് കഴിഞ്ഞ് ഉസ്താദുമാരൊക്കെ തിന്ന് പോയി. അന്നേരം ഒന്നും വീഡിയോ പിടിച്ചില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇരിക്കുമ്പോൾ, അത് ലാസ്റ്റ് ആൾക്കാർ ഇരിക്കുന്ന വീട്ടുകാർ ഇരിക്കുമ്പോഴേ പിടിച്ചുള്ളൂ. ഇതാ ബിരിയാണി ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ കഴിക്കട്ടോ കേട്ടോ. കഴിച്ചിട്ട് ഞാൻ പിന്നെ പറയാം.